തലസ്ഥാനത്തെ ക്ഷേത്രങ്ങളിലും പുലർച്ചെ മുതൽ പിതൃതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. തെക്കൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബലിതർപ്പണ കേന്ദ്രങ്ങളിലൊന്നായ തിരുവനന്തപുരം തിരുവല്ലം ക്ഷേത്രത്തിൽ ബലിതർപ്പണത്തിന് പതിനായിരങ്ങളാണ് എത്തിയത്. ക്ഷേത്രത്തിൽ എത്തി ബലിതർപ്പണം പൂർത്തിയാക്കുന്നവർക്ക് സുരക്ഷ ഒരുക്കുന്നു. അതോടൊപ്പം ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു. വിവരങ്ങളുമായി പ്രജിത് മോഹനൊപ്പം ചേരുന്നു. പ്രജിത്ത്, രാവിലെ വലിയ തിരക്കായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, പരശുരാമസ്വാമി ക്ഷേത്രം എല്ലാ ദിവസവും ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്ന ഇടമാണ്. അതുകൊണ്ട് തന്നെ വലിയ സൗകര്യങ്ങൾ ഉള്ള ഒരിടമാണ്. ഇന്ന് അധികം പേരെത്തുമെന്നറിയാം. അതുകൊണ്ട് തന്നെ ആ സൗകര്യങ്ങളൊന്ന് വർദ്ധിപ്പിക്കുക. അത് എല്ലാ ദിവസവും ഇത് ചെയ്യുന്നത് കൊണ്ട് തന്നെ കൃത്യമായി അത് അവസാനിപ്പിക്കാൻ കഴിവുള്ളൊരു സംഘാടനം തന്നെ അവിടെ പതിവായി ഉണ്ട് താനും. ഇപ്പോഴും തിരക്കുണ്ടോ? കൃഷ്ണരാജ്, രാവിലത്തെ അതായത് പുലർച്ചെ 2:30 മുതൽ തുടങ്ങിയതാണ് ഇവിടുത്തെ ബലിതർപ്പണ ചടങ്ങുകൾ. ആ സമയങ്ങളിലുള്ള ഒരു തിരക്ക് ഇപ്പോഴില്ല എന്ന് പറയാം. ക്യൂവിൻ്റെ നീളമൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും എല്ലാ ബലിമണ്ഡപങ്ങളിലും നിറയെ ആൾക്കാരുണ്ട്. അവിടെ ബലിതർപ്പണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു വശത്ത് അടുത്ത റൗണ്ട് ബലിതർപ്പണത്തിനായി കാത്തു നിൽക്കുന്നവരുണ്ട്. അങ്ങനെ ബലിതർപ്പണ ചടങ്ങുകൾ സജീവമായി തന്നെ തുടരുകയാണ്. എത്ര പേർ വരുന്നോ അത്രയും നേരം ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾ തുടങ്ങുമെന്നുള്ളതാണ് ക്ഷേത്രം അധികൃതർ നമ്മെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കൃഷ്ണരാജ് പറഞ്ഞതുപോലെ തന്നെയാണ്, മികച്ചൊരു സംഘാടനം എന്ന് തന്നെ പറയാം. പരാതികൾ പരമാവധി കുറവാണ്. ആളുകൾക്ക് കഴിയുന്നത്ര വേഗത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ പൂർത്തിയാക്കി മടങ്ങാനും കഴിയുന്നുണ്ട്. പോലീസ് വ്യക്തമായ ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. എന്നാലും ചില ആൾക്കാർക്കൊക്കെ ചില പരാതികളുമുണ്ട്. പ്രത്യേകിച്ച് ഇത്തരം ചടങ്ങുകളൊക്കെ വരുമ്പോൾ അത്തരം പരാതികൾ പൂർണ്ണമായും ഒഴിവാക്കാനും കഴിയുന്നതല്ല. എന്തായാലും വലിയ പ്രശ്നങ്ങളില്ലാതെ തിരുവല്ല ക്ഷേത്രത്തിലെ ഈ ബലിതർപ്പണ ചടങ്ങുകൾ ഏതാണ്ട് ഒരു പൂർത്തിയാകാറായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു 11:30 വരെയൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ആളുകൾ വരികയാണെങ്കിൽ കൂടുതൽ സമയമെടുക്കും. പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായത് ഈ തിരുവല്ല ക്ഷേത്രത്തിലെത്തുന്ന ഇതര സംസ്ഥാനത്ത് നിന്നുള്ള ആളുകളുടെ എണ്ണമാണ്. തിരുവല്ലം ക്ഷേത്രത്തിൽ നമ്മൾ ഒരുപക്ഷെ നല്ലൊരു ശതമാനം തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തർ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് ബലിതർപ്പണത്തിനെത്തിയ ആളുകളെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിലൊരു പ്രത്യേകത. കോയമ്പത്തൂരിൽ നിന്നും തിരുനെൽവേലിയിൽ നിന്നും ഒക്കെയുള്ള ആളുകളുണ്ട്, ചെന്നൈയിൽ നിന്നുമൊക്കെയുള്ള ആളുകളുണ്ട്. അങ്ങനെ ഈ തിരുവല്ലം ക്ഷേത്രത്തിലെ ബലിതർപ്പണ ചടങ്ങുകളിൽ വലിയ രീതിയിൽ ഒരു ഇതര സംസ്ഥാനത്ത് നിന്നുള്ള ആളുകളുടെ പങ്കാളിത്തവും കൊണ്ടും ശ്രദ്ധേയമായി കൊണ്ടിരിക്കുകയാണ്. കൃഷ്ണരാജ്, ശരി. തിരുവല്ലത്ത് നിന്ന് ഒപ്പം ചേർന്നത് പ്രജിത് മോഹനനാണ്. അവിടെ ഇപ്പോഴും തിരക്കാണ്.